മറ്റൊരു വാർത്തയിലേക്ക്. വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞത് നുണയെന്ന് രാഹുൽ ഗാന്ധി. അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവിന്റെ പ്രതികരണമടക്കം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു. പാർലമെന്റിനോടും സേനയോടും വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബത്തോടും രാജ്നാഥ് സിംഗ് മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി. नमस्कार। संसद में अपने भाषण में मैंने कहा, सत्य की रक्षा हर धर्म का फाउंडेशन है। जवाब में राजनाथ सिंह जी ने शिवजी की फोटो के सामने पूरे हिंदुस्तान को, देश की सेना को PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, കഴിഞ്ഞ ദിവസമാണ് രാജ്നാഥ് സിംഗ് ഇക്കാര്യം പറഞ്ഞത്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്ന വീഡിയോയാണോ ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഇതിന് ജമ്മു കാശ്മീരിൽ വെച്ച് വീരമൃത്യു വരിച്ച പഞ്ചാബിൽ നിന്നുള്ള അഗ്നിവീറിന്റെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നുണ പറഞ്ഞതായാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആവർത്തിക്കുന്നത്. വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവിന്റെ പ്രതികരണം പങ്കുവച്ചായിരുന്നു രാഹുൽ ഗാന്ധി രാജ്നാഥ് സിംഗിനെതിരെ രംഗത്ത് വന്നത്. ലോക്സഭയിൽ സംസാരിക്കവെയായിരുന്നു രാഹുൽ ഗാന്ധി അഗ്നിവീറിന്റെ കുടുംബത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പറഞ്ഞത്. എന്നാൽ രാഹുൽ പറയുന്നത് തെറ്റെന്നായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മറുപടി. രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രതിരോധ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പക്ഷേ പ്രതിരോധ മന്ത്രി കള്ളം പറയുക എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആവർത്തിക്കുന്നത്. അഗ്നിവീറിന്റെ പിതാവിന്റെ പ്രതികരണം ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇത് വ്യക്തമാക്കുന്നത്. പരമശിവന്റെ ചിത്രത്തിന് മുൻപിൽ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് പങ്കുവച്ച രാഹുൽ പാർലമെന്റിനോടും സേനയോടും വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബത്തോടും പ്രതിരോധ മന്ത്രി മാപ്പ് പറയണമെന്നൊരു ആവശ്യം കൂടി ഉയർത്തിയതാണ്. ഈ വർഷം 13-ന് രജൌരിയിൽ വെച്ചായിരുന്നു അജയ് സിംഗ് മൈൻ പൊട്ടിത്തെറിച്ച് വീരമൃത്യു വരിച്ചത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. ധന്യവാദം.